പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായ ഏറ്റവും വലിയൊരു വാഗ്ദത്തം, പെറ്റമ്മ നമ്മെ മറന്നാലും നമ്മെ മറക്കാത്ത ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളതായ ഒരു പ്രത്യാശയാണ് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ആത്മീക സന്തോഷം പ്രാപിക്കുവാനും നമ്മെ നിർബന്ധിക്കുന്നത്. ഉറ്റവരും ഉടയവരും വേണ്ടപ്പെട്ടവരുമൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞ ജീവിതങ്ങൾ ധാരാളമുണ്ട്. എത്രയോ ഭാര്യമാരെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് കളഞ്ഞു, ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് കളഞ്ഞു, കുഞ്ഞുങ്ങളെ കളഞ്ഞു, മാതാപിതാക്കളെ കളഞ്ഞു, സഹോദരങ്ങളെ കളഞ്ഞു, വേണ്ടപ്പെട്ടവരെയൊക്കെ കളഞ്ഞു. വെറുതെ കളഞ്ഞതല്ല, ഒരു സന്തോഷത്തിന് വേണ്ടി കളഞ്ഞതല്ല. എന്തൊക്കെയോ ന്യൂനതകൾ അവരിൽ കണ്ടു. നമുക്ക് ആരോഗ്യവും സമ്പത്തും ബലവും സൗന്ദര്യവും പിടിപാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ആരും നമ്മളെ കളയില്ല. ഇതൊന്നുമില്ല എങ്കിൽ എപ്പോൾ കളഞ്ഞു എന്ന് ചിന്തിച്ചാൽ മതി. സൗകര്യവും സാഹചര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ഒരു പക്ഷെങ്കിൽ മനുഷ്യർ നമ്മെ ഉപേക്ഷിച്ചില്ലെങ്കിലും നിന്ദയോടെ നമ്മെ പരിചരിക്കും. നമ്മളോട് സന്തോഷമായ ഒരു വാക്കുപോലും അവർക്ക് പറയുവാൻ കഴിയില്ല. എപ്പോഴും അവർ നമ്മെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോട്ടെ എന്നുള്ളതായ ഒരു ചിന്ത അവരിലുണ്ടാകും. എന്നാൽ ചുരുക്കം ചിലർക്ക് മാത്രമേ ദൈവം വലിയ കൃപ സ്വർഗത്തിൽ നിന്ന് അരുളി അവർക്കൊരു വരം പോലെ കൊടുക്കും. അവശരെയും അശരണരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും രോഗികളെയും ബലഹീനരെയും ഒക്കെ ചേർത്തുകൊള്ളുവാൻ സ്വർഗത്തിൽ നിന്ന് വരം ലഭിക്കുന്ന ചില ജീവിതങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ദൈവം ചിലരെ കാണിക്കാൻ വേണ്ടി അങ്ങനെയുള്ളവരെ വെച്ചിരിക്കുക. ചിലർക്ക് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി ലോകത്തിൽ ദൈവം അങ്ങനെയുള്ള അനേക ജീവിതങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കൾക്കോ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് നമ്മളൊരു ഉപകാരം ചെയ്തു, ഒരു രോഗിയെ ശുശ്രൂഷിച്ചു, അത് നമ്മുടെ കടപ്പാട് മാത്രമാണ്. എന്നാൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തി ഒരു വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ആ രോഗിയെ പരിചരിക്കുവാനും ശുശ്രൂഷിക്കുവാനും നമ്മൾ മനസ്സ് വയ്ക്കുകയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിലെ എല്ലാ തുറകളിലുമുള്ള മനുഷ്യരിൽ ഉപേക്ഷിക്കപ്പെട്ടവരിൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകും. അത് വലിയൊരു മർമ്മമാണ്. ആർക്കും വേണ്ടാത്തവർക്ക് വേണ്ടി ദൈവം എഴുന്നള്ളി വരും എന്നുള്ളതിന് നല്ല ശമരിയക്കാരൻ്റെ സാക്ഷ്യത്തിൽ കൂടെ, ഉപമയിൽ കൂടെ കർത്താവ് ഈ ലോകത്തെ നല്ല പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ഒരു വലിയ സന്ദേശം 1 ശമൂവേൽ 30-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ദാവീദ് രാജാവ് ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വനത്തിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരു മനുഷ്യൻ കിടന്ന് നിലവിളിക്കുന്നത് കണ്ടു. അദ്ദേഹം വളരെ ബലഹീനനാണ്. ചില ദിവസങ്ങളായി ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാഞ്ഞതിനാൽ നാവെടുത്ത് സംസാരിക്കാൻ പോലും വയ്യ. എന്നാൽ ഇവൻ ഏത് ദേശക്കാരനാണെന്നും അറിയില്ല. ദാവീദിന് അടുത്ത ബന്ധവും അവൻ്റെ ഗോത്രത്തോട് ചേർന്ന് നിൽക്കുന്നവനും ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ഒരു മനുഷ്യനുമല്ല. എങ്കിലും അനേക സന്ദർഭങ്ങളിൽ മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചിട്ടുള്ള ദാവീദിൻ്റെ ഹൃദയം ഈ നിലവിളിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ചെല്ലുവാൻ അവനെ നിർബന്ധിച്ചു. അങ്ങനെ ദാവീദ് അവൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ച ഭാഗമാണ് 1 ശമൂവേൽ 30-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. നമുക്കതൊന്ന് വായിക്കാം. ദാവീദ് അവൻ്റെ അടുത്ത് ചെന്ന്, നീ ആരുടെ ആൾ, എവിടുത്തുകാരൻ എന്ന് ചോദിച്ചു. അവൻ ദാവീദിനോട് കൊടുത്തതായ മറുപടി, യജമാനനെ, ഞാൻ ഒരു മിസ്രൈമ്യ ബാല്യക്കാരനാകുന്നു, ഒരു അമാലേക്യൻ്റെ ഭൃത്യൻ. എന്നാൽ 3 ദിവസം മുമ്പ് എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എൻ്റെ യജമാനൻ വഴിയിൽ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞ ജീവിതങ്ങളെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം കാണാം.
ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അമാലേക്യരെന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ ശത്രുക്കളാണ്. അവരിൽ ഒരു അമാലേക്യൻ്റെ ഭൃത്യൻ, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ ഒരു സേവകനായിരുന്നവനെ, സുഖമില്ലാതെ ഉപേക്ഷിച്ച് കളഞ്ഞവനെ, ശത്രുഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവൻ്റെ കൂടെയുള്ളവരും അതിന് സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെങ്കിൽ ദാവീദിന് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അവൻ്റെ കൂടെ നിൽക്കുന്നവരും അവനെ കല്ലെറിയണമെന്ന് പറഞ്ഞതായ അനേക സാഹചര്യങ്ങൾ ദാവീദിനുണ്ടായിട്ടുണ്ട്. അതേ അധ്യായത്തിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ താൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഭാരപ്പെട്ടിരുന്നതിനാൽ തൻ്റെ കൂടെയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ് ഈ ദാവീദിനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെ ദാവീദിനോട് ചേർന്ന് നിന്ന ജനങ്ങൾ കൂടുതലും ഒത്തുചേർന്നും കൊണ്ട് ദാവീദിനെ ഒരു ദിവസം കല്ലെറിയുവാൻ പദ്ധതിയിട്ടപ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഉള്ളതായ ഒരു വാക്ക് നാം വായിച്ചു നോക്കിയാൽ, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിലുള്ളതായ ധൈര്യം, കൂടെയുള്ളവർ എതിർ നിന്നിരുന്നാലും ഉപേക്ഷിച്ച് കളഞ്ഞിരുന്നാലും കൊല്ലാൻ ഭാവിച്ചിരുന്നാലും ദൈവമായ യഹോവയിൽ ധൈര്യപ്പെടുന്ന ഒരു വ്യക്തിയെ ഒരു മനുഷ്യർക്കും തൊടുവാൻ കഴിയുകയില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. അങ്ങനെ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട ദാവീദ് ഒരു അമാലേക്കിൻ്റെ ദാസനെ കണ്ടപ്പോൾ, അവൻ്റെ അനുഭവം കേട്ടപ്പോൾ ദാവീദിന് മനസ്സലിഞ്ഞു. പെട്ടെന്ന് അവന് ആഹാരം കൊടുത്തു, അവന് ഭക്ഷണം കൊടുത്തു, അവന് വെള്ളം കൊടുത്തു, അവനെ ശുശ്രൂഷിച്ചു. അതിനുശേഷം അങ്ങനെ ചെയ്തതുകൊണ്ട് ദാവീദിന് തൻ്റെ ശത്രുക്കളെ നേരിടുവാനുള്ള വലിയ ബുദ്ധിയും ജ്ഞാനവും വഴിയും, ദാവീദിൻ്റെ ശത്രുക്കൾ എവിടെ പാർക്കുന്നു എന്നുള്ളതായ ഒരു വലിയ സന്ദേശം അവനിൽ നിന്ന് ദാവീദിന് കിട്ടുകയുണ്ടായി. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നാം കാണിക്കുന്നതായ ദയയും കൃപയും കരുണയും, മറ്റുള്ളവരോട് കാണിക്കുന്നതായ ആ വലിയ വിശാലമായ മനസ്കഥയും ആ ശുശ്രൂഷ വരങ്ങളും ഒരിക്കലും മറന്നു കളയുവാൻ ദൈവം അവിശ്വസ്തനല്ല. ദാവീദിന് അന്നത്തെ യുദ്ധത്തിൽ വലിയൊരു രക്ഷ ആവശ്യമാണ്. അവൻ്റെ പ്രിയപ്പെട്ടവരെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന അമാലേക്കരോട് നേരിടുവാൻ അവനൊരു വഴികാട്ടി ആവശ്യമായിരുന്നു. ദൈവം ചെയ്തതോ ദാവീദിൻ്റെ മുൻപിൽ വലിയൊരു പരീക്ഷ കൊണ്ടുവന്നു. അമാലേക്കരുടെ ഒരു ദാസൻ 3 ദിവസമായി സുഖമില്ലാതെ അവശ നിലയിലായി. അമാലേക്കർക്ക് ദൈവത്തെ ഭയവും മനുഷ്യരോട് ഒരു കടപ്പാടുമില്ലാത്ത മനുഷ്യനെ ശങ്കയുമില്ല, ദൈവത്തെ ഭയവുമില്ലാത്ത അമാലേക്കർ, അവൻ്റെ ദാസന്മാർ സുഖമില്ലായപ്പോൾ അവരെ വഴിയിൽ എറിഞ്ഞു കളയുക. എന്നാൽ ദാവീദ് അവനെ ചേർത്ത് കൊണ്ടതിനാൽ അവനിൽ കൂടെ അന്നത്തെ യുദ്ധത്തിന് വലിയൊരു ജയം, ദാവീദിന് നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ ലഭിക്കുവാൻ അതൊരു കാരണമായി തീർന്നു. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമാണ്. നമ്മൾ ഒരുപക്ഷെങ്കിൽ നമുക്ക് സ്വന്തക്കാർക്കും അല്ലെങ്കിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്നവർക്കും ഒരു ശുശ്രൂഷ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് നമ്മുടെ കടപ്പാടാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ കണക്ക് പറയണം. എന്നാൽ ഇവിടെ ഒരു അന്യജാതിക്കാരൻ, അന്യദേശക്കാരൻ, നമുക്ക് നിയമപ്രകാരം കടപ്പാടെന്ന് പറയത്തക്കതായ ഒരു നിയമം അവിടെ ബാധകമല്ല. എങ്കിലും ദൈവം നമ്മെ അനേക സന്ദർഭങ്ങളിൽ നമ്മെ രക്ഷിച്ചതും നമുക്ക് ആഹാരം തന്നതും വെള്ളം തന്നതുമായ, നമ്മുടെ കഷ്ടതയിൽ നമ്മെ തുണച്ചതും നമുക്ക് ധൈര്യം തന്നതുമായ സാഹചര്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ മറക്കാതെ നാം പിടിക്കുമെങ്കിൽ അനേകരോട് ദയവ് കാണിക്കുവാൻ നമ്മുടെ ഹൃദയം തുറക്കപ്പെടും. അങ്ങനെ തുറക്കപ്പെടുന്ന ഒരു വ്യക്തിയിൽ ദൈവം തൻ്റെ മഹാദയ അയച്ച് അത് അങ്ങനെയുള്ളതായ മനസ്കഥ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു നേട്ടത്തിന്, അവൻ്റെ ജീവന് മാത്രമല്ല, അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല, അവന് നഷ്ടമായതൊക്കെയും തിരിച്ചു കിട്ടുവാൻ അതൊരു മുഖാന്തരമായി തീരും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഉപേക്ഷിക്കപ്പെട്ടവരും നിന്ദിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും എറിഞ്ഞു കളയപ്പെട്ടവരും ബലഹീനരും ആരുമില്ലാത്തവരും അനാഥരും വിധവമാരും, ഇതെല്ലാം ദൈവത്തിൻ്റെ സമ്പത്താണ്. ദൈവം എന്തിനാണ് ഇങ്ങനെയൊക്കെ ആൾക്കാരെ ലോകത്തിൽ വെച്ചിരിക്കുന്നതെന്നറിയാമോ? നീതിമാന്മാരെ ലോകത്തിന് സൃഷ്ടിക്കുന്നതിന് വേണ്ടി. ദൈവത്തിൻ്റെ മനസ്സലിവ് എങ്ങനെ ഒരു മനുഷ്യനിൽ വ്യാപരിക്കുന്നു എന്ന് അനേകരിൽ കൂടെ കാണിക്കുന്നതിന് വേണ്ടി
ദൈവം ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട അനേക സാധുക്കളെ ലോകത്തിൽ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും ദൈവം ഇങ്ങനെയുള്ളതായ അനേക ഉപേക്ഷിക്കപ്പെട്ട ജീവിതങ്ങളെ നമ്മുടെ മുൻപിൽ കൊണ്ട് കാണിക്കുന്നത് ദൈവപ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം പരിശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കൂടെ വ്യാപരിച്ചു നോക്കുകയാണ്. എന്നാൽ നമ്മളെ ദൈവം എങ്ങനെ രക്ഷിക്കുന്നു, എങ്ങനെ നടത്തി നമ്മുടെ കഷ്ടതയിൽ മറ്റുള്ളവർ നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ, കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ, നമ്മൾ മരുഭൂമിയിൽ തകർക്കപ്പെട്ടപ്പോൾ, ജീവിതത്തിൽ പട്ടിണിയും പ്രാരാബ്ദങ്ങളും അനേക വ്യാകുലതകളും നമ്മെ വേട്ടയാടി നമ്മുടെ ഭവനം ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി യാചിച്ചതായ സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെയും അനാഥർക്ക് ശരണമായി, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് ശരണമായി നിൽക്കുന്ന ദൈവം നിനക്ക് സഹായമായി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, എഴുന്നേറ്റുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അതൊരിക്കലും മറന്ന് ഉള്ളതായ ഒരു പ്രവൃത്തികൾ നീ ചെയ്യരുത്. അന്യർക്ക് വേണ്ടി, നിനക്ക് യാതൊരു കടപ്പാടുമില്ലാത്തവർക്ക് വേണ്ടി, ഒരുപക്ഷെങ്കിൽ നിൻ്റെ ശത്രുക്കളുടെ ഗണത്തിൽപ്പെട്ടവരുമായിരുന്നേക്കാം. എന്നാൽ നിൻ്റെ ഹൃദയം വിശാലമാകുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ ധൈര്യത്തെ അനേകർക്ക് ധൈര്യം പകരുവാനും അനേകർക്ക് ബലം പകരുവാനും നീ അത് ഉപയോഗിക്കുമെങ്കിൽ ദൈവം നിൻ്റെ വഴികളിൽ, മുൻപോട്ടുള്ള വഴികളിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയതായ, ശത്രു നിന്നെ വേട്ടയാടിയതായ അനേക കാര്യങ്ങളെ നിൻ്റെ ജീവിതത്തിൽ തിരിച്ചു